റൈസിംഗ് കോക്കനട്ട് ഓയിൽ പ്രൈസസ് സിഞ്ച് ഹൗസ് ഹോൾഡ് ബഡ്ജറ്റ്സ് ഇൻ സ്റ്റേറ്റ്. നമ്മളിപ്പോൾ നമ്മുടെ മാർക്കറ്റുകളിലെല്ലാം തന്നെ കോക്കനട്ട് ഓയിലിൻ്റെ വില കൂടുന്നതായിട്ട് നമ്മൾ പേപ്പറിലൊക്കെ വായിക്കുന്നുണ്ടല്ലേ. അപ്പം നമുക്കറിയാം, നമ്മുടെ മാർക്കറ്റിലൊരു സാധനത്തിൻ്റെ വില കൂടിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ജനങ്ങളത് വാങ്ങുന്ന അളവ് കുറയ്ക്കാറുണ്ട്. അതുതന്നെയാണ് ഇവിടുത്തെ അവസ്ഥ. കോക്കനട്ട് ഓയിലിൻ്റെ വില കൂടുമ്പോൾ അത് വാങ്ങുന്ന അളവ് നമ്മൾ കുറയ്ക്കുന്നു, അതായത് അതിന് മേലുള്ള ഡിമാൻഡ് നമ്മൾ കുറയ്ക്കുന്നുണ്ട്. അതായത് ഒരു വസ്തുവിൻ്റെ വില കൂടുമ്പോൾ അതിൻ്റെ ഡിമാൻഡ് കുറയുന്നതിന് കാരണമാകും. എന്നാൽ ഈ കോക്കനട്ട് ഓയിലിൻ്റെ വില വർധനവ് മറ്റു ചില വസ്തുക്കളുടെ ഡിമാൻഡ് കൂട്ടുന്നതിന് കാരണമാകുന്നുണ്ട്. ഏതൊക്കെയാണ് വസ്തുക്കൾ നമുക്കറിയാവോ? അതായത് പാം ഓയിൽ, അല്ലെങ്കിൽ അതുപോലെ തന്നെ സൺഫ്ലവർ ഓയിൽ, അത്തരത്തിലുള്ള മറ്റ് ചില ഓയിലുകളുടെ ഡിമാൻഡ് കൂട്ടുന്നതിന് ഈ കോക്കനട്ട് ഓയിലിൻ്റെ വില വർധനവ് കാരണമായിട്ടുണ്ട്. കാരണം നമുക്ക് കോക്കനട്ട് ഓയിൽ ഉപയോഗിക്കാൻ പറ്റിയില്ലെങ്കിൽ അതിന് പകരമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഞാൻ നേരത്തെ പറഞ്ഞ മറ്റ് 2 ഓയിലുകൾ. ഇതിനെയാണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ് എന്ന് പറയുന്നത് നമ്മുടെ എക്കണോമിക്സിൽ പഠിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കോൺസെപ്റ്റാണ്. അതായത് ഒരു വസ്തുവിന് പകരമായി ഉപയോഗിക്കാൻ പറ്റുന്ന വസ്തുവിനെയാണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു വസ്തുവിൻ്റെ വില കൂടിക്കഴിഞ്ഞാൽ അതിൻ്റെ സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സിൻ്റെ ഡിമാൻഡ് കൂടുന്നതിനത് കാരണമാകും. ഉദാഹരണം, ടീൻ്റെ പ്രൈസ് കൂടുന്നത് കോഫിയുടെ ഡിമാൻഡ് കൂടുന്നതിന് കാരണമാകും. അപ്പോൾ ഇതുപോലെ മറ്റൊരു തരം ഗുഡ്സാണ് കോംപ്ലിമെൻ്ററി ഗുഡ്സ് എന്ന് പറയുന്നത്. അതെന്താണെന്നുള്ളത് നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം.